കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ സിമ്മാരുടെ പേരില്ല, അത് വേറെ പേരിലെടുത്ത് കുഴപ്പമില്ല. എന്നാ പറയുന്നത്? സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു. അമ്മയില്ലേ? ഉണ്ടല്ലോ. വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല, വരൂ. ആരാ ഗോമതി? അമ്പലത്തിലേക്ക് വന്നതല്ല, ഇങ്ങോട്ട് തന്നെ വന്നതാ അല്ലേ? മോളെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് രണ്ടാൾക്ക് വേണ്ടിയും. ഇരിക്കൂ. ഞാനൊരു കാര്യം പറയാനാ വന്നത്. അവരെവിടെയുണ്ടെന്നോ എങ്ങനെയാണെന്നോ നമുക്ക് രണ്ടു കൂട്ടർക്കും അറിയില്ല. പക്ഷെ അവരൊരുമിച്ചാണെന്ന് ഉറപ്പുണ്ട്. നാളെ അവരെ ഒന്നിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായ അമ്മ എന്റെ കൂടെ നിൽക്കില്ലേ? അമ്മ എന്താ ഒന്നും പറയാത്തെ? പറയാൻ വാക്കുകളില്ലാത്തോണ്ടാ. കളക്ടർ ഇപ്പൊ പറഞ്ഞതേ എന്റെ മനസ്സാ. കൂടെ നിൽക്കുഞ്ഞ് 100 മനസ്സോടെ. എന്റെ ആദ്യമോന്റെ തീരുമാനത്തിനപ്പുറം മറ്റൊന്നും എനിക്കില്ല. പക്ഷെ കളക്ടറെ, അവരെവിടെയാണെന്ന് നമുക്കറിയില്ലല്ലോ. കണ്ടുപിടിച്ചാലല്ലേ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റൂ. കണ്ടുപിടിക്കണം. എവിടെയാണെങ്കിലും നമുക്കവരെ കണ്ടുപിടിക്കണം. എല്ലാം ഒന്ന് ആറി തണുത്തിട്ട് തിരിച്ചു കൊണ്ടുവരികയും വേണം. ഇപ്പൊ നടക്കുന്ന അന്വേഷണത്തിലും പോലീസിലും ഒക്കെയുള്ള എന്റെ വിശ്വാസം എന്നെ നഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ എങ്ങനെ? നമുക്ക് നമ്മുടേതായ വഴിയിൽ അന്വേഷിക്കണം. പക്ഷേ നമ്മുടെ അന്വേഷണം ഒരു കാരണവശാലും മറ്റൊരാൾ അറിയാനും പാടില്ല. ഉമാദത്തൻ പോലും. അതെന്താ കളക്ടറെ? മറ്റൊന്നും കൊണ്ടല്ല. അയാളിലും ഒരു പോലീസുകാരനുണ്ട്. സസ്പെൻഷനിലായ ഒരു പോലീസുകാരൻ. ചായ കുടിച്ചേട്ടെ. എനിക്ക് അമ്മയോട് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. എന്താ? പറഞ്ഞോളൂ. അത് പിന്നെ എന്താ? അല്ലെങ്കിൽ വേണ്ട, പിന്നീട് ഒരിക്കലാവാം. എന്താ? കുഴപ്പം പിടിച്ച കാര്യം വല്ലതുമാണോ? എന്തായാലും പറഞ്ഞോളൂ. ഇപ്പോ എന്ത് കേട്ടാലും താങ്ങാനുള്ള തന്റേടമുണ്ട് എനിക്ക്. കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നാലും തൽക്കാലം അത് എന്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. എന്നായാലും അമ്മ അറിയാനുള്ളതാ. അപ്പൊ പിന്നെ അത്ര നേരത്തെ പറയുന്നതല്ലേ നല്ലത്? പിന്നെ പറയാൻ ഒന്നും ഇല്ലാതെ വന്നാലോ? ഓരോന്നായി ഞാൻ പറയാം. അത് കളക്ടറുടെ ഇഷ്ടം. ഞാൻ ഈ പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. ആരെതിർത്താലും സ്നേഹിക്കുന്ന മനസ്സുകളെ നമുക്ക് ഒന്നിപ്പിക്കണം കളക്ടറെ. അല്ലെങ്കിൽ ദൈവം നമ്മളോട് പൊറുക്കില്ല. കാണി ഒരുമാതിരി കാണ വർത്താനം പറയല്ലേ. ഓറഞ്ച് പുഴുവാണെന്നുള്ള കാര്യം ഇയാൾ നാട് നീളെ പറഞ്ഞു നടക്കുന്നതാണ്. ഓറഞ്ച് പുഴുവല്ലാതെ പിന്നെ രാജവമ്പാലെ കയറ്റിയിരുത്താൻ പറ്റുമോ? എടോ മണ്ട, പാക്ക് ചെയ്യുമ്പോ മുകളിൽ നല്ല ഓറഞ്ച് വെക്കണം, താഴെ പുഴുത്തം ഉടങ്ങ് വെച്ചേക്കണം. മനസ്സിലായോ? എല്ലാം പുഴുവാന്നോ? പിന്നെ ആരും അറിയാതെ നമുക്ക് പുറത്തുനിന്ന് കുറച്ച് നല്ല ഓറഞ്ച് വാങ്ങി അതിന്റെ മേളിൽ അടുക്കി വെക്കാം.
ശരി ശരി കാണി, ഞാൻ പിന്നെ വിളിക്കാം. ഒരു മലങ്കോള് വരുന്നുണ്ട്, വിളിക്കാം. ആ അജയ്, ഞാനേ കുറച്ച് തിരക്കില്ല. ഒരു 10 ലോഡ് ഓറഞ്ച് നാസിക്കിലേക്ക് കയറ്റി വിടുന്ന ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ വിളിച്ചാ മതിയോ? പറ്റത്തില്ല, അത്രയ്ക്ക് അത്യാവശ്യ. എനിക്ക് തന്നോട് സംസാരിച്ചേ പറ്റൂ. എന്നതാ അച്ഛാ, എന്നതാ പ്രശ്നം? എടോ, ആ ചെക്കന് താൻ എന്നതാ ചെയ്ത്? ഏത് ചെക്കനെ എന്ത് ചെയ്തെന്ന്? എടോ, ആ ആദിത്യനെ അവനെ താൻ കൊന്നോ? അവൻ ചത്തോ? കൊന്നത് എനിക്കറിയില്ലേ അവൻ ചത്തോ ഇല്ലയോ എന്ന്. അച്ഛാ, എന്നാ വർത്താനം അച്ഛാ ഈ പറയുന്നത്? ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല. താൻ അവനെ കൊന്നില്ലെങ്കിൽ പിന്നെ ആരവനെ കൊന്നത്? ഞാൻ അവനെ കണ്ടിട്ടു കൂടിയില്ല, പിന്നെ എങ്ങനെയാ കൊല്ലുന്നത്? താൻ കൊല്ലണ്ട, കൊല്ലാൻ ആളെ പറഞ്ഞയച്ചാ പോരെ. ദേ അച്ചായ, ചുമ്മാ ഇല്ലാ വചനം പറഞ്ഞുണ്ടാക്കി എന്നെ കൊടുക്കാൻ നോക്കല്ലേ. സത്യം പറ, അച്ചായനല്ലേ അവനെ കൊന്നത്? എന്നിട്ട് അത് എന്റെ മടക്ക് കെട്ടിവെക്കാൻ നോക്കുന്നല്ലേ? അപ്പൊ താൻ അവനെ കൊന്നിട്ടില്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല. പിന്നെ അവൻ എവിടെ പോയി? അത് കൊള്ളാം, എന്നോടാണ് ചോദിക്കുന്നത്. അച്ചായന്റെ സ്വന്തം വെറോണിക്ക ബംഗ്ലാവില്, അച്ചായന്റെ സ്വന്തം തെക്കേയറ്റത്തെ മുറിയില്, അച്ചായന്റെ സ്വന്തം ബെഡിൽ കിടന്നുറങ്ങിയ ആദി എന്ന് വിളിക്കുന്ന ആദിത്യനെ കൊന്നതാരാന്ന് ഇന്നലെ രാത്രി കൃത്യം 12:15 ആ ബംഗ്ലാവ് വിട്ട് ഇറങ്ങിപ്പോന്ന എന്നോടാണോ അന്വേഷിക്കുന്നത്? അച്ചായ, ലൂയിസ് പഞ്ഞിക്കാരൻ അച്ചായ, ഒരുപാട് നമ്പരി നമ്പിടിയോട് ഇറക്കല്ലേ. നിങ്ങൾ അവനെ കൊന്നു കുഴിച്ചു മൂടിയിട്ട് അതിന് ഈ നമ്പിടിയെ പ്രതിയാക്കാൻ നോക്കിയാലുണ്ടല്ലോ. അപ്പൊ താൻ കൊന്നിട്ടില്ല, ഉറപ്പല്ലേ? എനിക്കുറപ്പാ. പിന്നെ ഇയാളുടെ ഉറപ്പിന് വേണ്ടി എനിക്കിപ്പോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം വിശ്വസിച്ചാ മതി. ഞാൻ അവനെ കണ്ടിട്ടുമില്ല, കൊന്നിട്ടുമില്ല. പോരെ? പിന്നെ അവൻ എവിടെ പോയി?